ഈ ട്രേഡ് ഡീലില് അമേരിക്കയായിട്ടുള്ള ട്രേഡ് ഡീലിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡയറി പ്രൊഡക്ട്സ് ആവശ്യത്തിന് 150 കോടി ഇന്ത്യക്കാർ തിന്നുന്നുകൊണ്ട് ഇവിടുന്ന് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഡയറി പ്രൊഡക്ട്സ്. പിന്നെ എന്തിന് ഇന്ത്യക്കാർ അമേരിക്കയുടെ സാധനം വാങ്ങണം? ചോദ്യം സിമ്പിൾ. ചോദ്യം രസകരമായ ചോദ്യമാണ്. ഈ 140ഓളം കോടി ഉള്ള ഇന്ത്യക്കാര് ഇന്ത്യയുടെ പ്രോഡക്റ്റ് ഇവിടെ വിളയുന്നുണ്ട്, അത് ഇവർ വാങ്ങുന്നുണ്ട്. നമുക്ക് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റ് തന്നെ മാർക്കറ്റിൽ വരുമ്പോൾ പണമുള്ളവർക്കൊരു പ്രോഡക്റ്റ്, പണം കുറഞ്ഞവർക്ക് മറ്റൊരു പ്രോഡക്റ്റ്, പണമില്ലാത്തവർക്ക് വേറെ പ്രോഡക്റ്റ്. ഇതാണ് യൂഷ്വലി നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് അമേരിക്ക കയറി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യക്കാരുടെ ബൈയിങ് പവർ കൂടി, പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ജീവിക്കുന്നവരുടെ അർബൻ ക്ലാസിന്റെ ബൈയിങ് പവർ കൂടി. ഈ ബൈയിങ് പവർ കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ സാധാരണ ഇവിടെ കഴിക്കുന്നതിനേക്കാളും ഈ പറയുന്ന അമേരിക്കൻ പ്രോഡക്റ്റും യൂറോപ്യൻ പ്രോഡക്റ്റും അവർക്ക് കഴിക്കാനുള്ള താല്പര്യമുണ്ട്. നമ്പർ 1. ഇതേ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കയിലാണെങ്കിൽ ഇത് വളരെ സർപ്ലസ് ആണ്. അവർക്ക് ഹൈലി സബ്സിഡൈസ്ഡ് ആണ്. ഗവൺമെന്റ് ശരിക്കും സബ്സിഡി കൊടുത്തിട്ടാണ് ആ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാക്കുന്നത്. അതിന് ഡംപ് ചെയ്യാൻ ഒരു മാർക്കറ്റ് വേണം. അതായത് സോയ, അത് നേരത്തെ ചൈനയുമായിട്ട് ധാരണയായിരുന്നു. അവസാനം ചൈന അത് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അതേപോലെ തന്നെ പല അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, അപ്പം കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന സാധനവും, അതേപോലെ തന്നെ ഈ മരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ, അതായത് പിസ്റ്റയാണെങ്കിലും മറ്റു പല ഫ്രൂട്ട്സുകളാണെങ്കിലും, അതിന് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വരണം. അതേപോലെ തന്നെ നീ ചോദിച്ച ചോദ്യമാണ്, മദ്യം ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കുന്നതിൻ്റെ മദ്യവും അതിൻ്റെ ഗ്രെയിൻസും ഈ സാധനങ്ങളെല്ലാം അമേരിക്കൻ കമ്പനി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ, അല്ല ബിയർ ഉൾപ്പെടെ എല്ലാ സാധനം വരുവാണെങ്കിൽ, നീ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇന്ത്യൻ കഴിക്കുന്ന ഇന്ത്യൻ സായിപ്പന്മാർ പിന്നെ ആ സാധനമേ കഴിക്കൂ. മനസ്സിലായില്ലേ? അതേ കഴിക്കൂ. കാരണം അതിന്റെ ക്വാളിറ്റി ഉണ്ട്, അതിന് ആ ക്വാളിറ്റി ഉണ്ട്, ഹാങ് ഓവർ ഇല്ല. ഈ പറയുന്ന സാധനങ്ങളെല്ലാം മദ്യം എന്താണെന്ന് സാധനം അമേരിക്കയിലും യൂറോപ്പിലുമേ ഉള്ളൂ. ഇന്ത്യയിൽ കിട്ടുന്ന സ്പിരിറ്റിനകത്ത് ഫ്ലേവർ ചേർക്കുന്നത് മാത്രമാണ് അതാ കിട്ടുന്നത്. ഓക്കെ, അതങ്ങോട്ടങ്ങ് പോകും. വെജിറ്റബിൾസിന്റെ കാര്യം നിനക്കറിയാം, എനിക്കും അറിയാം. ഞാൻ അമേരിക്ക താമസിച്ചപ്പോൾ കണ്ടതാണ്. ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോയാ. ഒരു തക്കാളി വെച്ച് കഴിഞ്ഞാൽ 3/4 കിലോയാ. അപ്പൊ ആ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ പാവം പിടിച്ച തക്കാളി കർഷകന്റെയും ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്നതിൻ്റെയൊക്കെ അവന്റെ സ്ഥിതി എങ്ങനെ പോയി? അതിനേക്കാൾ ഉപരിയായിട്ട് കോട്ടൺ, BT കോട്ടൺ, അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 30% ടാരിഫിൽ നിന്നും 11% ടാരിഫായിട്ട് ഇന്ത്യ കുറച്ചു. അത് വന്ന് ഇവിടെ ഇറങ്ങി ഈ പഞ്ചാബിലും മഹാരാഷ്ട്രയിലുള്ള കർഷകർ പെട്ടുപോയി. പിന്നെ അവരുടെ ഈ സാധനം ആരും വാങ്ങുന്നില്ല. അതേപോലെ നമ്പർ ഓഫ് പ്രോഡക്ട്സ്, സോയാബീൻ ഡയറക്റ്റ് അല്ല വരുന്നത്, സോയാബീൻ ഓയിലായിട്ടാണ് വരുന്നത്. അതായത് ആ ഓയിലാക്കുന്നതിൻ്റെയും ജോലി അമേരിക്കയിൽ, ഓയില് ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ, ഇന്ത്യൻ അർബൻ ക്ലാസ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കർഷകരുണ്ട്. അവനെന്ത് ജോലി ചെയ്യും? ചോദ്യം, അവനെന്ത് ജോലി ചെയ്യും? അത് തന്നെയാണ് എന്റെ ചോദ്യം. കറക്റ്റ്. കാരണം വെച്ചാല് ഈ പറയുന്ന ഒരു അർബൻ ക്ലാസ്സിൽ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ വേണ്ടി ഇപ്പം വോക്സ് വാഗൺ എന്ന് പറയുന്നൊരു കാർ, അത് ഈ പറയുന്ന ചീപ്പായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 0% ടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, താരിഫാണ് കൊടുത്തിരിക്കുന്നത്. വോക്സ് വാഗൺ വന്നു, വോക്സ് വാഗൺ വാങ്ങും ആൾക്കാർ. അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് വന്നാൽ മെഴ്സിഡസ് ബെൻസ് വാങ്ങും. ഇതുപോലെ അമേരിക്കൻ പ്രൊഡക്ട്സ്, അമേരിക്കൻ മദ്യങ്ങൾ,
അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ ഇൻഡസ്ട്രി നശിക്കാൻ പോവാണ്. കാരണം മാരുതി എന്ന് പറയുന്നത് സുസുക്കിയുടെ ക്വാളിറ്റി വേറെയാണ്, മാരുതി സുസുക്കിയുടെ ക്വാളിറ്റി വേറെയാണ്. അതുപോലെ ഹുണ്ടായി ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനനുസരിച്ചിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തത്. ഇതെല്ലാം അമേരിക്കൻ GMC എന്ന് പറയുന്നതും അല്ലെങ്കിൽ ജർമ്മൻ കാസ് എന്നൊക്കെ പറയുന്നതൊക്കെ വേറെയാണ്. അപ്പം ഞാൻ ഒരു ടെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞോളൂ. പല പ്രൊഡക്ട്സും പല രീതിയിലാണ്. അപ്പം അർബൻ ക്ലാസ് എന്ന് പറയുന്നത് അവർ അതിലേക്ക് അങ്ങ് പോകും. ഇനി അടുത്തത്, അമേരിക്കൻസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ പറയുന്ന ബിയറാണ്. അതേപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടും ടാരിഫ് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനകത്തും മദ്യവും വരുന്നുണ്ട്, ഈ പറയുന്ന വൈനും വരുന്നുണ്ട്, അമേരിക്കൻ വൈൻ വരുന്നുണ്ട്. അതിനകത്ത് 40% കുറച്ച് കാറുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ വരുന്നുണ്ട്, അതായത് ആപ്പിളും അതും ഇതുമൊക്കെ വരുന്നുണ്ട്. ന്യൂസിലാൻഡിൽ നിന്ന് ഫ്രൂട്ട്സ് വരുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ആപ്പിളാണ് വരുന്നത് 0 ടാരിഫിന്. എൻ്റെ ചോദ്യം, ഈ പറയുന്ന ഇന്ത്യയുടെ ആപ്പിൾ ഉണ്ടാക്കുന്ന മേഖലയുണ്ട്, ഹ്യൂജായിട്ടുള്ള ഗ്രേറ്റ് ഈ കാശ്മീർ നൈനിറ്റാൾ ഫ്രൂട്ട്സിന്റെ ബെൽറ്റ്. അതെ, ആ ബെൽറ്റിൽ നിന്ന് അവരുടെ ആ കർഷകരുടെ അതാണ് അവരുടെ ജോലി. ഇതിന്റെ 100 ഇരട്ടി പ്രോട്ടീനും ക്വാളിറ്റിയുള്ള സാധനമാണ് ഇന്ന് യൂറോപ്പിന്റെയും ന്യൂസിലാൻഡിന്റെയും അമേരിക്കയുടെയും വാഷിങ്ടന്റെ ആപ്പിൾ. അതെ, ഈ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏത് മരമാക്രി സിറ്റി ജീവിക്കുന്നതിന് ഇത് വാങ്ങിക്കും. ഉറപ്പാണ്. സംഭവം സിമ്പിളാണ്. പക്ഷെ എനിക്കിത് മനസ്സിലാക്കാത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അടുത്ത ചോദ്യം അതേപോലെ തന്നെ ഈ വൈൻ ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഇന്ത്യ വൈൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്രേപ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ക്വാളിറ്റിയും കുറവാണ്. നല്ല വൈൻ കഴിക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വൈൻ ഉണ്ടാക്കുന്നത് കാലിഫോർണിയ. അതെ, അപ്പൊ ഇന്ത്യയിലെ നാസിക്കിൽ ഉണ്ടാക്കുന്ന വൈനിന്റെ ക്വാളിറ്റിയും കാലിഫോർണിയയിൽ ഉണ്ടാക്കുന്ന വൈനിന്റെ ക്വാളിറ്റിയും തമ്മിൽ ഒന്ന് പിന്നെ അതിന് ആ വില കുറച്ച് ഇവിടെ കൊടുക്കുമ്പോൾ എന്തുവാ ശരി ആരിത് വാങ്ങും? 0 ടാരിഫില് കാലിഫോർണിയ സാധനം ആ വൈൻ ഇവിടെ വരുമ്പോൾ സുലയുടെ വൈൻ ആര് വാങ്ങും? അത് വാങ്ങുന്ന ആരാ വൈൻ കുടിക്കുന്ന മിഡിൽ ക്ലാസ് അതിൽ നിൽക്കുന്നവര് ഇന്ത്യൻ വൈൻ വാങ്ങത്തില്ല. എന്ന് വരുമ്പോ ഈ പറയുന്ന കർഷകരുടെ പണിയില്ലാതെ. ഇനി അടുത്ത ചോദ്യം അമേരിക്കയിൽ ഞാൻ അവിടെ പോയിട്ട് ഈ കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, മദ്യം. ഇപ്പൊ അവിടുത്തെ ഒരു ബ്രാൻഡ് എടുക്കുക, ജോണി വാക്ക് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വോഡ്ക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനം. ഇതിന്റെയൊക്കെ വിലയെന്ന് പറയുന്നത് $25, $18. ഏറ്റവും കൂടിയതാണ് $35. ഇതാണ് വില. ഓക്കെ, അതും അവര് റീറ്റെയിലിന്റെ വിലയാണ് ഈ പറയുന്നത്. അവിടെ ഒരു 25% മാക്സ് വേണം. ഞാൻ റീറ്റെയിൽ ഷോപ്പ് വർക്ക് ചെയ്താണ്, എനിക്കറിയാം. അതേപോലെ ഈ മദ്യങ്ങള് കോസ്റ്റ്കോയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അതിനേക്കാളും $5 കുറയുക. പോർട്ട്ഫോളിയോയും കുറയും, അതുപോലെ തന്നെ ടോട്ടൽ റേഞ്ച് കുറയും. അതുപോലെ പല സ്ഥലത്ത് കുറയും. അവർ ബൾക്കായിട്ട് എടുക്കുന്നത്. ഓക്കെ, അവിടെ അത് കുറയുക. അപ്പോൾ ഹോൾസെയിലുള്ള ആൾക്കാര് ഈ പറയുന്ന സാധനം, അതായത് $35-40 ഉള്ള സാധനം അവരൊരു $20-22 ഇന്ത്യയിലോട്ട് കയറ്റി വിടുന്നു. മനസ്സിലായില്ലേ? ഏകദേശം 2000 രൂപ ഇന്ത്യൻ കറൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഫ്രൈറ്റ് ചാർജ് എല്ലാം കൂടെ 2300 രൂപ കാൽക്കുലേറ്റ് ചെയ്യുക. 2500 രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ മദ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് 4000-5000 രൂപ. സിമ്പിൾ ചോദ്യം, ആര് ഈ മദ്യം മേടിക്കും? മാത്തമാറ്റിക്സ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, കോമൺ സെൻസ് ആണിത്. ആര് പിന്നെ ഈ മദ്യം വാങ്ങും? ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചാല് ഇപ്പം ഇതിനകത്ത് പിന്നെ പച്ചായൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അപ്പം
എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ, അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് 4 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ മിഡിൽ ഈസ്റ്റിലെത്തും നമ്മൾ, അതായത് ദുബായ്, അബുദാബി, അല്ലെങ്കിൽ സൗദി അറേബ്യ, അല്ലെങ്കിൽ ഒമാൻ, അറിയില്ല. അവിടെ കാറിനൊക്കെ ഭയങ്കര വിലക്കുറ, ടാക്സ് ഇല്ല. അവിടെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന കാറ് അല്ലെങ്കിൽ മെഴ്സിഡീസ് ബെൻസ് ഇന്ത്യയിലേക്ക് ഒഴുകും 200-500%, 300% ടാക്സ് ഏർപ്പെടുത്തി. കാരണം ലോക്കൽ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഇപ്പൊ അതുപോലും ഇല്ലാതായി പോയില്ലേ? അതല്ലേ ഇപ്പൊ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് 40% ടാരിഫ് വന്നു കഴിയുമ്പോൾ പിന്നെ അത് 2 വർഷം കഴിയുമ്പോൾ 10% ടാരിഫിലോട്ട് പോവുക. അപ്പൊ 10% ടാരിഫിലോട്ട് പോയി കഴിഞ്ഞാൽ മഹേന്ദ്രയും ടാറ്റായും അതും അങ്ങനെയുള്ള കമ്പനികളൊക്കെ പിന്നെ അവന്മാരെന്ത് ചെയ്യും? സിമ്പിൾ അല്ലേ ഇത്? അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ സത്യം പറഞ്ഞാല് ഈ സ്വദേശി എന്ന് പറഞ്ഞ ഗവൺമെന്റ് അവസാനം കംപ്ലീറ്റ് വിദേശിയായി മാറും. അതേപോലെ തന്നെ യൂഷ്വലി യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, അപ്പൊ ഈ വെജിറ്റബിൾസ് എല്ലാം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇങ്ങോട്ട് വെക്കാൻ വെച്ചേക്കുവാണ് വിൽക്കാൻ. അതും ഇതും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാല് ശരി എന്തോ ഉദ്ദേശിക്കുന്നേ? അല്ല, ഇത് മുഴുവനും നാശത്തിലോട്ട് പോവാ. അമേരിക്ക പറയുന്നു 5 വർഷം കൊണ്ട് 500 ബില്യൺ, ചൈന പറയുന്നു വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് അവർക്ക് 300 ബില്യൺ, യൂറോപ്പ് പറയുന്നു 2 വർഷം കൊണ്ട് അവർക്ക് 200 ബില്യൺ. ഒരു മിനിറ്റ്, കാനഡ വേറെ, ന്യൂസിലാൻഡ് വേറെ. അവിടെയൊന്നും നമ്മൾ കൺസിഡർ കേക്ക്. ചൈനയാണ് ഏറ്റവും കൂടുതൽ, ചൈനയാണ് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തോ ഉദ്ദേശമൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ അവിടുത്തെ ഒരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ഈ മേക്കിംഗ് ഇന്ത്യ? അതൊക്കെ വെറും പിന്നെ എന്താ മേക്കിംഗ് ഇന്ത്യ? ഒന്നുമില്ല. കാരണം എന്താ, അതിനുള്ളൊരു ഒരു പ്രോസ്പെറസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇവിടെ ഇതുവരെ. അത് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പല ഡീല് വരുന്നുണ്ട്, ഇതൊക്കെ വരും. പക്ഷെ നിങ്ങൾ എന്റർപ്രണർ ആണ്, നിങ്ങൾക്ക് എന്റർപ്രണേഴ്സ് സ്റ്റാർട്ടപ്പ് എന്ന് വെക്കുന്ന പിള്ളേരെല്ലാം വെളിയിൽ പോവാ. സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരുപാട് എനിക്കറിയാം സ്റ്റാർട്ടപ്പ് കമ്പനികൾ മുഴുവൻ വെളിയിൽ പോകും. കാരണം ഇവിടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേസമയം ചൈനയെ നോക്ക്, ചൈനയിൽ പഠിക്കാൻ പോയ പിള്ളേരെ തിരിച്ച് ചൈനയിൽ വന്നിട്ട് അവർ ഇന്ന് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി അവരവിടെ പുതിയ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അത് എല്ലാ മേഖലകളിലും. അല്ല, ഞാൻ കൺക്ലൂഡ്, നമ്മളിപ്പോ പോകുന്ന അമേരിക്കയിൽ ഇന്ത്യക്കാർ അമേരിക്ക വന്നിട്ട് അമേരിക്ക സെറ്റിൽ ചെയ്യാൻ നമ്മൾ വിളിക്കുന്നത് അതല്ല ശരി. യു ഹാവ് ടു ഹാവ് എഡ്യൂക്കേഷൻ, ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്ന ഒരു കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലും ഇന്ത്യ യൂറോപ്യൻ ട്രേഡ് ഡീലും എന്താണ് ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് യാതൊരു കൃത്യതയുമില്ല. കാരണം ഏതൊക്കെ സെക്ടറിലാണ് ഇതൊക്കെ വരാൻ പോകുന്നത് സീറോ ടാരിഫിൽ. അത് ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിനെ എങ്ങനെ ബാധിക്കും? ആരും അതിനെപ്പറ്റി പിക്ചർ തരുന്നില്ല. അമേരിക്കയുടെ അഗ്രികൾച്ചർ സെക്ടറാണ് ഇന്ത്യയുടെ സ്ട്രോങ് എന്ന് പറയുന്നത്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന പാർട്ടിക്ക് പോലും ഭരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റിനെ കൂടെ ഞാൻ നിന്നോട് പറയാം, ഒരു പോയിന്റിനെ കൂടെ കൃത്യമായിട്ടുള്ള പോയിന്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിലോട്ടാണ് ഈ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് ആർക്കും അറിയാത്ത പോയിന്റ്. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് കീഴടങ്ങി ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മാത്രം എനിക്കും അതിനെ കാണുമ്പോൾ. കാരണം അച്ഛനെ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്കിത് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലോക്കൽ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് എല്ലാ കാലത്തും ഉള്ളത്. പക്ഷെ ഇപ്പൊ പോയിട്ട് പുള്ളി സറണ്ടർ ചെയ്തു. നീ അമേരിക്കയിലാ ജോലി ചെയ്യുന്നത്, ഞാനൊരു അമേരിക്കൻ ഫാൻ തന്നെയാണ്, കാരണം പല രീതി. പക്ഷെ ഞാൻ ഇന്ത്യ വിട്ടുള്ള പരിപാടിയില്ല. അത് ഞാൻ പറയുക. അപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് വരേണ്ടത്.
അത് നമ്മുടെ മാതൃരാജ്യം തന്നെയാണ്. ഓക്കെ, ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ട്രേഡ് ഡീല് കാണിച്ചതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ചതിച്ച് നശിപ്പിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ച് ഗുജറാത്തികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അവരെ ഉദ്ദേശിക്കുന്നത് ഗുജറാത്തി ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രോഫിറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അതെ, അവർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നു. ഈ ഡീല് കൊണ്ട് ഇന്ത്യക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യയുടെ ഒരു ദുരന്തം തുടങ്ങുന്നു എന്ന് മാത്രമാണ് ഈ ഡീലിനെ പറ്റി എന്റെ അഭിപ്രായം. ഇപ്പം അച്ഛന് അത് പിന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അച്ഛൻ ഡൽഹി താമസിക്കുന്ന അച്ഛന് പിന്നെ DLF ഗുഡ്ഗോം, ഞാനവിടെ ഗുഡ്ഗോമിലൊക്കെ വർക്ക് ചെയ്ത. ഓക്കെ, അപ്പൊ അച്ഛൻ അറിയാം അവരുടെ കർഷകരുടെ സ്ഥലം മുഴുവൻ DLF വാങ്ങിച്ചിട്ട് അവസാനം കർഷകർക്ക് അവര് ഉദ്ദേശിക്കുന്നതിനുള്ള പണം കൊടുത്ത് വാങ്ങിച്ച് അവസാനം ഇപ്പൊ അവർക്ക് കുറെ പണം കിട്ടിയെന്നല്ലാതെ അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊട്ടനുമല്ല, അയാള് മോഡിയുടെ വല്യപ്പന. മനസ്സിലായാലും മോഡിയെ ചുരുട്ടി കൂട്ടി ദൂരെ പോവില്ലെന്നത് ദൂരെ കളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഡീല് മോഡി ഭയന്ന് പോയിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ അപമാനപ്പെടുത്തുന്ന ഡീലാണ് നടന്നിരിക്കുന്നത്. ഈ ഡീല് നടക്കാൻ പാടില്ല. ഇത് റീനെഗോഷിയേറ്റ് ചെയ്ത് നടത്തണം. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം.